നമസ്തേ. ശകലം ചക്കപ്പഴം കിട്ടി കേട്ടോ. അപ്പം ചെറിയൊരു ചക്കയുടെ ഉണ്ടാക്കാമെന്ന് വെച്ചു. അതിനുള്ള സാധനമെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര പാനിയാക്കാൻ വെച്ചതാ. ഈ ഏലക്കയും കൂടി അരച്ചെടുത്തു കേട്ടോ. ശർക്കര മെൽറ്റായി കഴിഞ്ഞപ്പോഴേ ഞാൻ തേങ്ങയും അരച്ച് വെച്ച ചക്കയും ചേർത്തു, ചക്കപ്പഴവും ചേർത്തു. അതിനി നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഇത് ഫില്ലർ ശരിയാവുമ്പോഴേ ഞാനതിൻ്റെ പരുവം കാണിക്കാം. ഓക്കെ, അങ്ങനെ ഫില്ല് ചെയ്യാനുള്ള സാധനം റെഡി ആയിട്ടുണ്ട്. ഇത് ഈ പരുവമാണ് നമുക്ക് വേണ്ടത്. കണ്ടോ, ഇതാണ്. അതുപോലെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളത്തിലാണ് ഞാൻ കുഴച്ചത്. അതായത് ഇടിയപ്പത്തിന് കുറച്ചുകൂടെ ലൂസാകുന്ന രീതിയിൽ. അതുപോലെ ഇല കണ്ടിച്ചുകൊണ്ട് വന്ന് അത് കഴുകി വൃത്തിയാക്കി വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, ഇല വെച്ചിട്ട് ഒരല്പം മാവ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഇലയിൽ നന്നായിട്ട് പരത്തണം. വെള്ളം തൊട്ട് പരത്തണം. നൈസായിട്ട് വേണം കേട്ടോ, കട്ടിയാവാൻ പാടില്ല. കട്ടിയായി കഴിഞ്ഞാൽ അല്പം മെനക്കേടുള്ള ജോലിയാണ്. എല്ലാവർക്കും ക്ഷമ ഉള്ളവർക്ക് മാത്രമേ ഇത് പറ്റത്തുള്ളൂ. ഇങ്ങനെ പരത്തിയതിന് ശേഷം ഫില്ല് ചെയ്യാനുള്ള സാധനത്തെ കുറച്ച് എടുത്ത് ശേഷം മടക്കുക. ഇങ്ങനെ ഇത് ഈ ഇഡ്ഡലി കുട്ടകത്തിൻ്റെ തട്ടിലോട്ട് ഇങ്ങനെ ഓരോന്നോരോന്നും ചെയ്യുക. ചെയ്തിട്ട് നമ്മൾ അടുപ്പ് വെച്ച് പുഴുങ്ങുക. ശേഷം പിന്നെ കാണിക്കും. അട റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കതിലൊരെണ്ണം എടുത്ത് ആറാൻ വെക്കാമേ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാം നമുക്ക് കേട്ടോ.